ശ്രീറാം. ജയ് ശ്രീറാം. ഞാൻ കേരളത്തിലെ തിരുവനന്തപുരം സ്വദേശിയാണ്. 22-ാം തീയതി അയോധ്യയിൽ നടന്ന രാം മന്ദിർ പ്രാണപ്രതിഷ്ഠയ്ക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇതുവരെ ജീവിതത്തിലുണ്ടായിരുന്ന അനുഭവങ്ങളിൽ വെച്ച് ഏറ്റവും അനുഭൂതി ഉണ്ടാക്കുന്ന അനുഭവമാണ് അവിടെ നിന്ന് ലഭിച്ചത്. ശ്രീരാം മന്ദിർ നമ്മുടെ 500 വർഷത്തെ അധിനിവേശ ചരിത്രത്തിനെ മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ഒരു സിഗ്നേച്ചർ പോയിൻ്റായി മാറിയിരിക്കുകയാണ് രാമക്ഷേത്രം. അത് രാമപ്രതിഷ്ഠ വന്ന് ഇത്രയും ചൈതന്യമുള്ള ഒരു ദേവപ്രതിഷ്ഠ ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ എൻ്റെ തമിഴ്നാട് കുംഭകോണം ഫ്രണ്ട്സ് കൂടെ തിരിച്ച് നാട്ടിലേക്ക്. അപ്പോൾ എല്ലാ നാട്ടിലെയും ഇന്ത്യയിലെ ലോകത്തിലെ എല്ലായിടത്തിലുള്ള ഹിന്ദു സഹോദരങ്ങളെല്ലാം ഒത്തൊരുമയോടെ വന്ന് അയോധ്യയിൽ വന്ന് ഇത്ര പവിത്രമായ പുണ്യഭൂമിയിൽ വന്ന് രാമനെ ദർശനം നടത്തിയത് വലിയൊരു കോടിക്കണക്കിനാണ് മനുഷ്യർ അങ്ങ് അവിടെ വന്ന് ഇത് ദർശനം കണ്ട് സായുജ്യമോടെ നാട്ടിലേക്ക് പോയിട്ടായിരിക്കുന്നത്. ഇനിയും ജനം കോടിയായിട്ട് അങ്ങ് വന്നിട്ടായിരിക്കുന്നത്. அயோத்தியில எப்படி போலீஸ் எவ்வளோ சப்போர்ட் இருந்தா? ரொம்ப அயோத்தியில் வந்து நல்ல ப்ரொடெக்ஷன் அரேஞ்ச் பண்ணியிருந்தது. இன்டெலிஜென்ஸ் ரொம்ப ஸ்ட்ராங்காக இருக்குது. இன்டெலிஜென்ஸு அங்கே ഫുഡ് ഭക്ഷണം താമസം എല്ലാം ഇവിടെ ഇത്ര ലക്ഷം ജനങ്ങൾ വന്നൊരു അക്കോമഡേഷൻ അവിടെ കൊടുക്കുന്നതിന് നല്ല സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. അത് മാത്രമല്ല യോഗി ആദിത്യനാഥ് ഭരണത്തിൽ അങ്ങ് നാട്ടിലെ ഇത്രയും വലിയ ഒരു വിവാദമുണ്ടാവുന്ന വിഷയത്തിൽ ഇത്ര പ്രൊട്ടക്ഷൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നവർ. ഭക്ഷണം കൂടെ അങ്ങ് എവിടെ വന്ന് നിറയെ ഫ്രീ ആയിട്ട് അന്നദാനം കൊടുത്തിട്ടായിരിക്കുന്നത്. ആർക്കും കഷ്ടമേതും ഇല്ല. അങ്ങ് എല്ലാ ഹിന്ദു സഹോദരങ്ങളും എപ്പോഴായാലും ഒരു തവണയെങ്കിലും അയോധ്യ വന്ന് രാമനെ ദർശിച്ചാൽ അത് വലിയ പുണ്യമായിരിക്കും, പരമ്പരകൾക്ക് പുണ്യമായിരിക്കും. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. ജയ് ശ്രീറാം.